ഇന്ന് വൈകിട്ട് 4:30 കൂടിയാണ് കൈതമുക്കിൽ പ്രവർത്തിക്കുന്ന കണ്ണൻ ചിപ്സ് എന്ന് പറയുന്ന ചിപ്സ് കടയ്ക്ക് തീപിടിച്ചത്. ഈ തീപിടുത്തത്തിൽ കടയുടമ മരണപ്പെട്ടു. കൈതമുക്കിൽ പ്രവർത്തിക്കുന്ന ഈ കട നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. വഞ്ചിയൂർ അത്താണി സ്വദേശിയായ അപ്പു ആചാരി എന്ന് പറയുന്ന 85 വയസ്സുള്ള ആളാണ് മരണപ്പെട്ടത്. ഈ പാചകവാതകത്തിൽ നിന്ന് ചോർച്ചയുണ്ടായി, തുടർന്ന് ഈ കടയിലേക്ക് തീ ആളിപ്പടരുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വളരെ ഭീകരമായിരുന്നു. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ പോയി. ഒരു 5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് പടം പിടിച്ചതാണ്. പ്രായമുള്ള കക്ഷിയാണ്, 85 വയസ്സ് വരും. പുള്ളി അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വർഷങ്ങളായിട്ടുള്ള കടകളാണ് ഇവിടെ, അടുത്തടുത്താണ് ഈ കടകൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള വിഷയം കൈതമുക്ക് പേട്ട റോഡ് വികസനത്തിൻ്റെ പേരിൽ വർഷങ്ങളായിട്ട് ഇവിടെ വികസനത്തിന് വേണ്ടി സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വികസനം നടക്കുന്നില്ല. ഈ തീപിടുത്തമുണ്ടായ സമയത്ത് 7 ഗ്യാസ് കുറ്റികളാണ് ഈ കടയിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 കുറ്റികൾ പാചകവാതകങ്ങൾ ചോർന്ന നിലയിലായിരുന്നു. അതിൽ തുടർന്ന് വലിയ രീതിയിലുള്ള തീപിടുത്തമുണ്ടായി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് കടകളുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾ ഈ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന്, തീ ആളിപ്പടർന്നതിനെ തുടർന്ന് ഈ മറ്റു കടകളിലേക്കും തീപിടുത്തം ഉണ്ടായി. തൊട്ടടുത്തുള്ള ഈ മെഡിക്കൽ സ്റ്റോറിലെയും ഒരു ഭാഗം കത്തി നശിച്ച നിലയിലാണ്. തീപിടുത്തമുണ്ടായ സമയത്ത് കടയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പു ആചാരി ഉൾപ്പെടെ 4 പേരുണ്ടായിരുന്നു. അപ്പു ആചാരി, അതുപോലെ തന്നെ അപ്പു ആചാരിയുടെ മകൻ, മറ്റ് 2 ജീവനക്കാരെന്നിവരാണ് ഉണ്ടായിരുന്നത്. അതിൽ 85 വയസ്സുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീപിടുത്തമുണ്ടായ സമയത്ത് അദ്ദേഹം കുറച്ച് ഉള്ളിലായിരുന്നു, അകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങാനായി സാധിച്ചിരുന്നില്ല. മകനും അതുപോലെ മറ്റ് 2 ജീവനക്കാരും ഈ തീപിടുത്തമുണ്ടായതുകൊണ്ട് തന്നെ ഉണ്ടായ സമയത്ത് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഇതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഏതായാലും പരിക്കേറ്റ 3 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ അരമണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുന്നത്. ഈ ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് അപ്പു ആചാരിയെ കടയുടെ അകത്തു നിന്ന് പുറത്തെത്തിക്കുന്നത്. വലിയൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ തീപിടുത്തമുണ്ടായ സമയത്ത് തന്നെ ഉടനടി അവർ ഉണർന്ന് പ്രവർത്തിച്ചു. ഉടൻ തന്നെ ഈ തീ കെടുത്താനുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് കൊണ്ടാണ് വലിയൊരു അപകടം തന്നെ ഒഴിവായത്.